പാറു, നീ ഇതെന്താ കാണിക്കുന്നേ? രാവിലെ തന്നെ വല്ല സർക്കസ് കമ്പനിയിൽ ചേരാൻ നോക്കുവാണോ? എടി പറഞ്ഞു കേട്ടില്ല, എന്താ നീ കാണിച്ചു കൂട്ടുന്നേ? നീ മിണ്ടാതിരി ഇഷാന. ഞാൻ ഇന്നു മുതൽ ഒരു കടുത്ത തീരുമാനത്തിലാണ് ഞാൻ. ആദ്യം നീ ഒന്ന് എണീച്ച് നിക്ക്. അയ്യോ, ഇത് കൈ കണക്കാൻ പറ്റുന്നില്ലേ. ഞാനേ തടി കുറയ്ക്കാൻ പോകുക. ഇന്നു മുതൽ എന്റെ ഡയറ്റിംഗ് ചാലഞ്ച് തുടങ്ങിയാണ്. നീയോ? ബിരിയാണി കണ്ട പ്ലേറ്റ് വരെ തിന്നുന്ന നീയോ ഡയറ്റ് ചെയ്യാൻ പോകുന്നേ? നടക്കില്ല മോളെ, നടക്കില്ല. നീ എന്നെ വെല്ലുവിളിക്കണ്ട. ഇന്നു മുതൽ ഞാൻ എണ്ണ പലഹാരം, ഫാസ്റ്റ് ഫുഡും തോട്ടില്ല. വേറെ പച്ചക്കറിയും വെള്ളം മാത്രം. നീ കണ്ടോ? ഓ, എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ. അല്ല, നീ എന്താ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ? ചെറുതായിട്ട് കയ്യൊന്ന് ഒളിക്കടി. ആ, ബെസ്റ്റ്. ഇവിടെ ഒരെണ്ണത്തിന് മനഃശാസ്ത്രം എന്ന് പറയുന്ന സാധനം ഇല്ലേ ഇല്ല. ഒരു കൊച്ചു വീട്ടിൽ പട്ടണി കിടക്കുമ്പോ ചോദിക്ക് പോലും ഇല്ല. എന്ത് ചെയ്യാനാണ്ടോ? വല്ല അമ്പാനിയുടെ പട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു. അയ്യോ, എന്തൊരു ചൂട്, എന്തൊരു ചൂട്. പാറു, നീ എന്താടി കാട്ടുമുയലിനെ പോലെ പച്ചക്കറി കടിച്ചു തിന്നുന്നത്? ഇവിടെ നല്ല ചൂട് നെയ്യപ്പം ഇരിപ്പുണ്ട്, അതൊന്നും വേണ്ടേ? എവിടെ നിന്ന് ഈ പിശാച് ചവിടി വന്ന്? കറക്റ്റ് ഫുഡിന്റെ കാര്യം പറയുമ്പോ മാത്രമേ പിശാച് ചവിടി വന്നോളൂ. കുട്ടി പിശാച്. ആന്റി, ഇന്ന് നെയ്യപ്പം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാറു, നീ ഇതൊന്നും മണത്ത് നോക്കിക്കേ. ഇഷാന, എന്നെ കൊതിപ്പിക്കല്ലേ. ഞാൻ വീഴില്ല. എന്റെ മനസ്സ് കരിങ്കല്ല പോലെ ഉറച്ചതാ. Few hours later. ഓ പാറു, ഈ ഫുഡ് ബ്ലോഗ് ഒന്ന് കണ്ടു നോക്കിക്കേ. എന്ത് മനോഹരമായി അവർ ചെയ്യുന്നേ. ഇഷാന, നീ കുറെ സമയമായില്ല എന്നെ വെറുപ്പേറ്റാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഉച്ചത്തേക്ക് മന്തി ആക്കിയാലെന്ന് എന്റെ പ്ലാന്. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് സദ്യ. കാശൊക്കെ ഒരുപാടാകും അല്ലേ? നിർത്തടി. അമ്മേ, ഇതെന്താടി ഇത്ര സൗണ്ടില് സംസാരിക്കുന്നത്? ഞാൻ വെറുതെ ഫോൺ നോക്കിയതല്ലേ. നമ്മൾ പഴയ റൂമിൽ ക്ലീൻ ചെയ്തപ്പോൾ ഒരു പാക്കറ്റ് ലൈസ് ഒളിപ്പിച്ച് വെച്ചത് ഓർമ്മയുണ്ടോ? ഓ, എനിക്ക് ഓർമ്മ. പോടി, ഞാൻ ലൈസ് ഒന്നും തൊടില്ല. ഡയറ്റ് ആണ് ഞാൻ, ഡയറ്റ് പ്രധാനം. ഒരു കഷ്ണം എടുത്താൽ ആരും അറിയില്ല. എവിടെ എവിടെ എന്റെ ഉണ്ണിയപ്പം എവിടെ? ഹായ്, എന്ത് നല്ല നെയ്യപ്പം. ആ കുട്ടി പിശാച് വരുന്നതിന്റെ മുമ്പ് തിന്നട്ടെ. ഡയറ്റ് ചെയ്യാൻ പോയ പാർക്കുട്ടി വന്ന് കട്ട് തിന്നുന്നുണ്ട്. ഞാനിത് ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ പോവുക. അയ്യോ ഇഷാന, പ്ലീസ് സ്റ്റോറി ഇട്ടല്ലേ. ഞാനൊരു അബദ്ധത്തിൽ എടുത്തു പോയതാ. ഞാൻ നിനക്ക് വേണ്ടി എന്താണെങ്കിലും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിന്റെ പൈസക്ക് ഒരു വലിയ ചിക്കൻ പീസ് ഓർഡർ ചെയ്ത് തരണം. അയ്യോ, എന്റെ മൊത്തം പോക്കറ്റ് മണി തീരുമല്ല ഭഗവാനെ. ശരി, വാങ്ങിത്തരാം. പീസ പക്ക മാസാ പാറു. നിനക്ക് ഡയറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ തരുന്നില്ല കേട്ടോ. എന്താടി ഇവിടെ ഒരു മണം? എന്താ? വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ കഞ്ഞിയും പയറും തിന്നാതെ ഇവിടെ ഓർഡർ ചെയ്ത് തിന്നാണോ? അത് മൈദ മാവൊക്കെ ആണോ ഓർഡർ ചെയ്ത് തിന്നുന്നത്? അല്ല, ഇതിന്റെ പേരെന്തായിരുന്നു? ചിക്കൻ പിസാസോ? പിസാസാ? ആന്റി, പിസാസ് അല്ല, പീസ പീസ. ആന്റി, ഞാനല്ല. പാർക്കുട്ടിന്റെ പൈസക്ക് ഓർഡർ ചെയ്തതാ. ഞാൻ പാർക്കുട്ടിക്ക് തിന്നാൻ സഹായിക്കുന്നതേ ഉള്ളൂ.